അമേരിക്കൻ കരാറുമായി ബന്ധപ്പെട്ട കർഷകരുടെ വിഷയങ്ങളും തൊഴിലിന്റെ വിഷയങ്ങളും ഏറ്റെടുക്കാൻ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തീരുമാനിക്കുന്നു. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിലൂടെ കഴിഞ്ഞ ദിവസം അദ്ദേഹം നേരിട്ട് തന്നെ രാജ്യത്തോട് പറയാനുള്ളത് ഉറക്കെ പറഞ്ഞു. എന്താണ് ഇതിന്റെ അപകടമെന്നും ഇത് ഇന്ത്യയിലെ കർഷകരെ എങ്ങനെയാണ് ബാധിക്കാൻ പോകുന്നതെന്നും പാർലമെന്റിൽ സംസാരിച്ചതിന് തുടർച്ചയായി രാഹുൽ ഗാന്ധി തന്റെ വാദങ്ങൾ നിരത്തിക്കൊണ്ടാണ് ഈ വിവരങ്ങൾ പങ്കുവച്ചത്. അദ്ദേഹം അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത്, ഈസ് ഇറ്റ് ആൻ FIR? ഈസ് ഇറ്റ് എ രജിസ്റ്റേർഡ് ഇൻ ദ കേസ് ഓർ ബ്രിങ് പ്രിവിലേജ് പ്രപ്പോസൽ? I will fight for the farmers. Whatever the trade deal snatching farmers' livelihood or undermine the food security is anti-farmers. Anti-farmer Modi will not allow the Modi government to compromise with the interest of the feeders. ഈ രാജ്യത്തെ തീറ്റിപ്പോറ്റുന്ന, ഈ രാജ്യത്തിന്റെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്ന, ജയ് ജവാൻ ജയ് കിസാൻ എന്ന് പണ്ട് മുതലേ നമ്മൾ വിളിച്ചു പോന്നിട്ടുള്ള കർഷകരുടെ താൽപര്യങ്ങൾ ഹനിക്കാൻ ഒരു കാരണവശാലും താൻ സമ്മതിക്കില്ലെന്നും അതിനുവേണ്ടി ഏതറ്റം വരെയും പോരാടും എന്നുമാണ് അദ്ദേഹം പറയുന്നത്. കാണാമത്. नमस्कार. कल मैंने कहा कि जो किसान है वो हिंदुस्तान की नींव है, फाउंडेशन है, और फूड सिक्योरिटी के लिए कांग्रेस पार्टी और हिंदुस्तान लड़ी थी. नरेंद्र मोदी जी ने हमारी फूड सिक्योरिटी, हमारे किसानों को धोखा दिया है. यूएस के साथ डील करके उन्होंने कपास के किसानों को, सोया के किसानों को, सेब के किसानों को, फल के किसानों को बेच दिया है. हिंदुस्तान की कृषि मार्केट पर सालों से विदेश के लोग कब्जा पाने की कोशिश कर रहे हैं. नरेंद्र मोदी जी ने उनके लिए दरवाजा खोला है. ये सच्चाई है, वो भी जानते हैं, मैं भी जानता हूं. क्यों खोला है? क्योंकि उन पे गले पर चोट लगा रखा है. डोनाल्ड ट्रंप ने नरेंद्र मोदी की लगाम पकड़ी हुई. मक्का, कपास, सोयाबीन और फल, ये शुरुआत है. नरेंद्र मोदी पूरी कृषि मार्केट के दरवाजे खोलेंगे अपने मित्रों के लिए, अदानी अंबानी जैसे लोगों के लिए, विदेशी ताकतों के लिए. भारत के किसान और पूरा देश जानता है कि नरेंद्र मोदी किसान विरोधी है. वो अपने मित्रों की मदद करता है. पहले भी वो काले कानून लाए थे, अब उन्होंने विदेशी ताकतों के लिए दरवाजा खोल दिया है. अमेरिका के जो किसान हैं उनके बड़े बड़े खेत होते हैं, हजारों एकड़ के खेत होते हैं, पूरा मैकेनाइज्ड है और उनको सरकार सब्सिडी देती है. आप जानते हो कि हमारे किसानों के खेत छोटे होते हैं, सही MSP नहीं मिलती है और मैकेनाइजेशन का तो नाम ही नहीं. नरेंद्र मोदी जी ने देश को बेच दिया है, किसानों को बेच दिया है. आप मेरे ऊपर केस डालो, गाली दो, जो भी आपको करना है करो, प्रिविलेज मोशन डालना है वो डाल दो, कोई फर्क नहीं पड़ता. मैंने पार्लियामेंट हाउस में सच्चाई बोली है. आपको सच्चाई अच्छी नहीं लगे वो दूसरी बात है. देश सच्चाई को समझता है. आप कुछ भी करना है कर लो, मैं किसानों के साथ खड़ा हूं, 1 इंच पीछे नहीं हटूं. कांग्रेस प्रेसिडेंट खारगे जी, मैं और पूरी कांग्रेस पार्टी, हमारे सब कार्यकर्ता किसानों के साथ खड़े हैं. ये अन्याय हम नहीं होंगे. धन्यवाद. കേട്ടല്ലോ, അദ്ദേഹം പാർലമെന്റിൽ ആവർത്തിച്ച അതേ നിലപാടാണ് വ്യക്തമാക്കുന്നത്. അതായത് ഫുഡ് സെക്യൂരിറ്റി ഒരു രാജ്യത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമാണ്. പ്രത്യേകിച്ച് ഇനി വരുന്ന കാലഘട്ടത്തിൽ പാർലമെന്റിൽ നടത്തിയ പ്രസംഗത്തിൽ 3 കാര്യങ്ങളാണ് അദ്ദേഹം ഊന്നി പറഞ്ഞത്. ഒന്ന്, ഡേറ്റ. 1.4 ബില്യൺ ജനം, അവരുടെ സാന്നിധ്യം, അവരുടെ കരുത്ത്, അവരുടെ ചലനങ്ങൾ, ഇതെല്ലാം ഇനി ഏത് AI കാലഘട്ടം വന്നാലും വലിയ അസറ്റാണ്. രണ്ടാമത്തേതാണ് ഫുഡ് സെക്യൂരിറ്റി. മൂന്നാമത്തേതാണ് എനർജി. അതിൽ ഫുഡ് സെക്യൂരിറ്റി കോംപ്രമൈസ് ചെയ്യാൻ സമ്മതിക്കില്ല എന്നതാണ് അദ്ദേഹത്തിന്റെ നിലപാട്. എങ്ങനെയാണ് ഫുഡ് സെക്യൂരിറ്റി കോംപ്രമൈസ് ചെയ്യപ്പെടുന്നത്? പുതിയ US ഡീലിൽ അമേരിക്കൻ ഭക്ഷ്യധാന്യങ്ങളും ഭക്ഷ്യോൽപ്പന്നങ്ങളും ഇന്ത്യയിലേക്ക് വലിയ തോതിൽ ഇറക്കുമതി ചെയ്യപ്പെടുകയാണ്. ഏതാണ്ട് $140 ബില്യൺ എന്നാണ് പറയുന്നത്. അവിടെ ഉൽപ്പാദിപ്പിക്കുന്നത് മെക്കനൈസ്ഡ് ആയിട്ടാണ്, വലിയ ഹ്യൂജ് ക്വാണ്ടിറ്റിയിലാണ്. നമ്മുടെ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന അഗ്രികൾച്ചർ പ്രൊഡ്യൂസിനേക്കാൾ അല്പം വില കുറച്ച് കിട്ടിയാൽ പോലും വെറും 0% തീരുവയ്ക്കാണ് ഇന്ത്യയിൽ ഇറക്കുമതി ചെയ്യുന്നത്. എന്നുവെച്ചാൽ ഇന്ത്യയിലെ കർഷകൻ ഉൽപ്പാദിപ്പിക്കുന്ന അതേ ബാധ്യതയെ ഇന്ത്യയിൽ ഇറക്കുന്നതിന് അമേരിക്കക്കാരനുള്ളൂ. അവന്റെ ഉൽപാദനം ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ വലിയ അളവിലാണ്, ഭീമാകാരമായ ക്വാണ്ടിറ്റിയാണ്. അത് നമ്മുടെ ഫാർമേഴ്സിന്റെ ഉൽപാദനത്തെയും വിപണനത്തെയും വിപണിയെയും ആകെ തകർത്ത് തരിപ്പണമാക്കും, കർഷകരെ പട്ടിണിയിലാക്കും, വലിയ ദുരന്തം നമ്മളെ കാത്തിരിക്കും. എന്ന് മാത്രമല്ല, ഈ നമ്മുടെ ഫാർമേഴ്സും ഉൽപാദനവും നിലയ്ക്കുന്നതോടുകൂടി അവൻ ഏകപക്ഷീയമായി പിന്നെ വെപ്പണൈസ് ചെയ്ത് നമ്മളെ ഉപയോഗിക്കാൻ തുടങ്ങും. ഇത് വളരെ ഗുരുതരവും അപകടകരവുമായ ഒരു സ്ഥിതിവിശേഷമാണ്. അതിനെക്കുറിച്ചാണ് രാഹുൽ ഗാന്ധി പാർലമെന്റിൽ പറഞ്ഞതും ഇനി പോരാട്ടത്തിനിറങ്ങുമെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളത്.